പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആനിവേഴ്സറി തീം കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല തണുപ്പുള്ളൊരു ദിവസമാണ്. ഇതിപ്പോൾ രാവിലെ ഏകദേശം ഒരു 9-10 മണി ആ ഒരു ടൈമായിരിക്കും. വിൻ്റർ ആയതുകൊണ്ട് തന്നെ വെളിച്ചം അധികം ഉണ്ടാവത്തില്ല. എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഒരു ഇരുണ്ടിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഓർഡർ എന്ന് പറയുന്നത് ഒരു 1 kg വെയിറ്റ് വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. അപ്പം കേക്ക് ഞാൻ തലേ ദിവസം കംപ്ലീറ്റ് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്, അതായത് കേക്ക് ഡെലിവറി ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ആദ്യം തന്നെ കേക്ക് വൈറ്റ് ക്രീം കൊണ്ട് കംപ്ലീറ്റ് നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം അല്ല, അങ്ങനത്തെ വിപ്പിംഗ് ക്രീം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം ഞാൻ ഡബിൾ ക്രീമാണ് കൂടുതലിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഡബിൾ ക്രീം നമ്മുടെ വിപ്പിംഗ് ക്രീം പോലെ അത്ര നമുക്ക് ഒരു പെർഫെക്ഷൻ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. വിപ്പിംഗ് ക്രീമിനെക്കാട്ടിലും കുറച്ചും കൂടി ടൈം വേണ്ടി വരും. അപ്പം ഞാൻ എപ്പോഴും എന്നെക്കൊണ്ട് പറ്റുന്ന അത്രത്തോളം ഫിനിഷിങ് ചെയ്തെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും കേക്ക് ഫൈനൽ കോട്ടിങ് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ ഡബിൾ ക്രീം നമ്മൾ ഓവറായിട്ട് വിപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബട്ടറി കൺസിസ്റ്റൻസി ആയിട്ട് മാറും. അപ്പം നമുക്ക് മാനേജ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പം ഓവർ ബീറ്റ് ആവാണ്ട് കെയർഫുള്ളായിരിക്കണം. ഇപ്പോൾ കേക്ക് നമ്മൾ സൈഡ്സ് അത്യാവശ്യം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്പാച്ചുല ഡിസൈനാണ്. അപ്പം അധികം ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം എനിക്കാണെങ്കിൽ ടോപ്പ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് അധികം സമയം വേണം. അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സ്പാച്ചുല ഡിസൈനാണ്. ഇനി അടുത്തായിട്ട് ഞാൻ ഷുഗർ ഫ്ലെയറിൻ്റെ ഈ ഒരു ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഞാൻ കുറച്ച് റെഡ് കളർ വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡ്സിലായിട്ട് ഇതുപോലെ ചെറിയ ഹാർട്ട്സ് വരച്ചു കൊടുക്കാം. ഇനി കേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഫോക്സ് ബോൾസും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് കളറിൽ റോസ് ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ സ്ക്യൂവർ കൊണ്ടാണ് കേക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലത്തെ ഹാപ്പി ആനിവേഴ്സറി ടോപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ആക്ച്വലി കപ്പ് കേക്ക് ടോപ്പറാണ്, പക്ഷേ ഞാനിത് കേക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫൈനലി കേക്കിൻ്റെ സൈഡിലായിട്ട് 2-3 ഗോൾഡൻ ഫോക്സ് ബോൾസും കൂടി വെച്ച് കൊടുക്കുന്നത്. എനിക്ക് ആ ഒരു സൈഡ് ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നി. അത് കാരണം ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ഫോക്സ് ബോൾസും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇനിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആനിവേഴ്സറി തീം കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എപ്പോഴെങ്കിലും ഒരു ആനിവേഴ്സറി തീമിൽ കേക്ക് ചെയ്യാൻ ഓർഡർ കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് ഫോക്സ് ബോൾസും ഫ്ലവേഴ്സും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.